നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ നാളുകൾക്ക് ശേഷം നിരഞ്ജൻ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. അതെ അതെ, സൂര്യ വെളിച്ചത്തിൽ പോലീസിനെ പേടിച്ച് രാത്രിയുടെ മറപറ്റി വന്നു പോണത് പോലെ അല്ലല്ലത്. അല്ല സാറേ, ഇനിയിപ്പോ എനിക്ക് കാവലൊന്നും ടെൻഷൻ അടിക്കണ്ട, സമാധാനമായി. വാ. മോനെ, അമ്മേ, മോനെ നീ ഇങ്ങ് വന്നല്ലോ. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്താ ഇത്? നിന്നിപ്പി ബോധം പോയോ? ഞാനിങ്ങനെ നക്ഷത്രം പോലെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണോ? ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം കോടതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളാ. കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ടാവും അവസാന നിമിഷം തീരുമാനം മാറ്റി വരുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നുമല്ല, ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാനൊരു ബുദ്ധിമുട്ട്, അതാ വരുന്നില്ല എന്ന് വെച്ചത്. പിന്നെ വരുമ്പോഴേക്കും ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കാന്ന് വെച്ചു, അല്ലേ അമ്മേ? അതെ. കാഞ്ചനെ, നീ മറഞ്ഞു നിന്ന് എത്തിക്കുത്തി നോക്കി ബുദ്ധിമുട്ടണ്ട. ഇങ്ങോട്ട് പോരെ. ഒരിക്കലും പുറത്തു വരില്ലെന്ന് നീ പ്രവചിച്ച നിരഞ്ജൻ തന്നെയാ ഈ വന്ന് നിൽക്കുന്നത്. കണ്ടില്ലേ? ഓ കണ്ടേ. ജഡ്ജിമാരും കൈക്കൂലി വാങ്ങി തുടങ്ങിയ ഏത് കള്ളനും കൊലപാതകിക്കും ജാമ്യം കിട്ടും. നീ എന്നോട് ഈ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കട്ടെ. നീ ഇപ്പൊ പറഞ്ഞ ഈ വാചകം നീ കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞാല് കോട്ടലക്ഷ്യത്തിന് നീ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പച്ചി ഒരു തമാശ പറഞ്ഞതല്ലേ സാറേ? അതെ, ഈ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കുശലം പറഞ്ഞാൽ മതിയോ? ഇവിടെ സദ്യ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. മനുഷ്യന് വിശന്നിട്ട് കൊടല് കരിയ. ആദ്യം സദ്യ, അത് കഴിഞ്ഞിട്ട് മതി സംസാരം. പിന്നല്ലാതെ. അന്യ വിചാരം മുന്ന വിചാരം എന്നാണല്ലോ. ആ, പരിചയപ്പെടുത്താൻ വിട്ടുപോയി. എല്ലാവർക്കും അറിയാം, എന്നാലും പകൽവെട്ടത്തിൽ ഈ പരുന്തിനെ ഒന്ന് കണ്ടു. ഇത് പരുന്തു പപ്പൻ. ജയിലിൽ നിന്ന് എനിക്ക് ദൈവം തന്ന കൂട്ട്. കൂട്ടല്ല, കൂടപ്പിറപ്പ. ചങ്ക് പറിച്ചു തന്നും കൂടെ നിൽക്കുന്ന ചങ്കിടിപ്പ്. ഒന്ന് ചുമ്മാതിരി സാറേ. സാറിനെ പോലൊരു നല്ല മനുഷ്യനെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി, അത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. വരൂ.
എന്തായാലും ആ സിഐയുടെ അഹങ്കാരം പപ്പടം പൊടിയുന്ന പോലെ അല്ലേ പൊടിഞ്ഞു പോയത്. അതെ അതെ, അയാൾ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതെങ്ങനെ? ആംബുലൻസ് പോലെ ബൈക്ക് ഓടിച്ചത് പരുന്തല്ലേ? വണ്ടി പറന്നല്ലേ അങ്ങ് വന്നത്. അല്ല സാറേ, ഇനി ഭാവി പരിപാടി എന്താ? ജയിലിൽ ഒളിവിലേക്കായി നഷ്ടപ്പെട്ട സമയം ഓടി പിടിക്കണ്ടേ? സ്വാമിയേട്ടാ, ആദ്യം അദ്ദേഹം ഒന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞു മതി ഭാവി പരിപാടികള്. ആഹാ, ഇപ്പൊ അങ്ങനെയായോ കാര്യങ്ങള്? അപ്പൊ നിരഞ്ജന് വേണ്ടി ഓടിപ്പാഞ്ഞു കിടന്ന് ഞങ്ങളൊക്കെ കളത്തിന് പുറത്ത് അല്ലേ സ്വാമി? അത് അങ്ങനെയല്ല വരൂ സാറേ. കളത്തിനകത്ത് നിൽക്കാൻ ഒരു സമയം, പുറത്ത് നിൽക്കാൻ വേറൊരു സമയം. ഞാൻ വരുന്ന കാര്യം ശങ്കരമാവനോട് പറഞ്ഞില്ലായിരുന്നു അമ്മേ? പറഞ്ഞു മോനെ. ശങ്കരേട്ടൻ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. ആ മോനെ വന്നു. അയ്യോ, ഇവിടെ ഉത്സവത്തിമിർപ്പിലാണ് എല്ലാവരും. ഇലയിടുന്നു, സദ്യ വിളമ്പുന്നു, ഉണ്ണുന്നു, ഊട്ടുന്നു. ആ, ഇതിനിടയ്ക്ക് നടക്കുന്ന സംസാരത്തിന്നേ നമുക്ക് വേണ്ട പൊട്ടും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അപ്പൊ തന്നെ മോനെ വിളിച്ചു പറഞ്ഞോളാം. പോരെ? ആ, എന്നാ ശരി മോനെ, മമ്മ വെക്കട്ടെ. അത് ശരി. കരയാൻ നിനക്ക് ഇത്രയും കണ്ണീരൊക്കെ ഉണ്ടായിരുന്നോ? ഞാനിങ്ങ് വന്നില്ലേ, ഇനി എന്തിനാ കരയുന്നത്? ഉണങ്ങിപ്പോയ ഒരു മരം പോലെ ആയിരുന്നില്ലേ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം? അവിടുന്ന് അത് വീണ്ടും തളിർക്കുക, പച്ചപ്പുകൾ പൊടിച്ചു തുടങ്ങുക. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഒപ്പം തന്നെ എന്റെ ഉള്ളിൽ ഒരു തീയാളി കത്തുന്നുമുണ്ട്. പ്രതികാരത്തിന്റെ തീയാണോ? ആണെങ്കിൽ അത് വേണ്ട. സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതമാണ് ഇനി നമുക്ക് വേണ്ടത്.